ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുളത്തിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി. അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. ജോബിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഹരി മോഹൻ വിവരങ്ങൾ നൽകും. ഹരി, എന്താണ് ഇപ്പോൾ ജോബിയുടെ മൊഴി? രാഹുൽ മാങ്കുളത്തിന്റെ ഉറ്റ സുഹൃത്ത് രാഹുലിന് കുരുക്കാകുന്ന മൊഴിയാണോ നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാകുന്ന മൊഴി തന്നെയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി രാഹുലിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ജോബി ജോസഫ് നൽകിയിരിക്കുന്നത്. ഒരു പൊതി അത് താൻ അതിജീവിതയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്തായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് തനിക്ക് പൊതി കൈമാറിയത് എന്നുള്ളതാണ് ജോബി ജോസഫ് പറയുന്നത്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പൊതി അതിജീവിതയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നത് പ്രകാരം തിരുവനന്തപുരത്തെ കൈമനത്ത് എത്തിക്കൊണ്ടാണ് താൻ ഈ പൊതി കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജോബി ജോസഫ് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു പൊതി കൈമാറിയിട്ടുണ്ട്. ആ പൊതിയിൽ എന്തായിരുന്നു എന്ന് തനിക്കറിയില്ല. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതിജീവിതയുടെ മൊഴിയുണ്ട്. അത് ഗർഭചിത്രത്തിനുള്ള ഗുളികയായിരുന്നു. അത് കഴിച്ച ശേഷമാണ് വളരെ ഗുരുതരമായിട്ടുള്ള ശാരീരികാവസ്ഥയിലേക്ക് താൻ പോയത് എന്നുള്ള അതിജീവിതയുടെ മൊഴി ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ നേരത്തെ ഇതേ ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് കോടതിയിൽ പറഞ്ഞിരുന്നത് അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഈ മരുന്നുകൾ കൊണ്ടുവന്ന് നൽകിയത്. ആ മരുന്ന് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം ജോബിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ആ ചോദ്യം ചെയ്യലിൽ ജോബി പറഞ്ഞിരിക്കുന്നത് അതിജീവിതയുടെയും രാഹുലിന്റെയും ഒരു സുഹൃത്താണ് തന്റെ അടുത്ത് ഇത് അതിജീവിതയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് ഈ പൊതി കൈമാറിയത് എന്നുള്ളതാണ്. പക്ഷെ മരുന്നുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടോ തനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല എന്നുകൂടി ജോബി ജോസഫ് പറയുന്നു. പക്ഷെ അതേസമയം തന്നെ ചോദ്യം ചെയ്യലിന് എത്തുന്ന സമയത്ത് ഇയാൾ കയ്യിൽ ഫോൺ കൊണ്ടുവന്നിരുന്നില്ല. കാരണം ഈ ഫോണിലെ ചില വാട്സപ്പ് ചാറ്റുകൾ അത് വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച്. ഇതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ ഒപ്പം തന്നെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് അന്വേഷണ സംഘത്തിനാണ് ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത്. ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം അയക്കേണ്ടതുമുണ്ട്. പക്ഷേ ഫോൺ കൊണ്ടുവരാതെയാണ് ജോബി ജോസഫ് ചോദ്യം ചെയ്യലിനെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഫോൺ കൊണ്ടുവരണം, ഫോൺ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഒരു നോട്ടീസ് ജോബി ജോസഫിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ ഫോൺ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതിജീവിതയുടെയും സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു പൊതി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയുമായിരിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കും. ഈ രാഹുലിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.